ദുബായ് അബുദാബി നഗരങ്ങൾക്ക് നേരെ വന്ന ഡ്രോണുകൾ പ്രതിരോധിച്ച UAE നേരത്തെ 3 മരണം സംഭവിച്ചത് മാറ്റി നിർത്തിയാൽ പുതുതായി ആളപായമോ പരിക്കോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 3 ദിവസം വരെ വർക്ക് ഫ്രം ഹോം ആക്കി. ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ ഇന്നും അടച്ചു. MC നാസർ ചെയ്ത വിശദാംശങ്ങൾ നൽകാനായി. നാസർ, എന്താണ് അവിടുത്തെ സാഹചര്യം? ജീന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും അതൊക്കെയും പ്രതിരോധിക്കാൻ ദുബൈക്കും അബുദാബിക്കും സാധിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അബുദാബി മീഡിയ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് മിസൈൽ പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ ചീളുകൾ ഐക്കാർഡിലും അതോടൊപ്പം തന്നെ മുസഫയിലും തെറിച്ചു വീണ് പിന്നെ 1-2 കെട്ടിടങ്ങൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും പരിക്ക് ഏൽക്കുകയോ ആളപായം സംഭവിച്ചതായോ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പോലും ഇല്ല. അക്കാര്യം കൂടിയാണ് അബുദാബി അധികൃതർ അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അബുദാബിയിലെ മിസൈൽ പ്രതിരോധിക്കുന്ന വേളയിൽ അതിന്റെ ചീളുകൾ വന്നു തറച്ചാണ് ഈ കെട്ടിടങ്ങൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചതെന്നുകൂടി അബുദാബി അധികൃതർ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റ് നിലകൾ നോക്കിയാൽ മറ്റ് പല ഗൾഫ് രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ദുബൈയിലെയും അബുദാബിയിലെയും സ്ഥിതിഗതികൾ വളരെ സുരക്ഷിതമാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇന്ന് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ഥിതിഗതികൾ നേരത്തെ അഫ്താബൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആശങ്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കക്കൊപ്പം ചേർന്നുകൊണ്ട് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ സംയുക്ത പ്രസ്താവനയിൽ ഇറാന്റെ നടപടിയിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കാരണം വിവേചനരഹിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് സാധാരണക്കാരെ ലക്ഷ്യമിടുന്നുണ്ട്, അതോടൊപ്പം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിടുന്നുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ഇറാന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏത് നടപടിയും സ്വീകരിക്കാൻ സന്നദ്ധമാണെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടനും ഇന്നലെ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക കേന്ദ്രം തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനം ബ്രിട്ടനും കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപക്ഷെ ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ആവൽക്കരമായിട്ടുള്ള ചില അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. അതില്ലാതിരിക്കാനുള്ള അവസാനവട്ട നയതന്ത്ര നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇറാനും ഇടയിൽ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജീന, ശരി. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ദുബായിലും അബുദാബിയിലും ഇത്തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല. കഴിഞ്ഞ ദിവസം 3 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. പുതുതായി ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരം.